എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഫൈനലി ദേ ബാംഗ്ലൂര് തണുത്ത് വിറയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു നവംബർ പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ചെറുതായിട്ട് തണുപ്പ് വരാനായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ആ സമയത്താണ് നാട്ടിലോട്ട് പോയത്. തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കിടുകിടാന്നാണ് വരയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഉഗ്രം മഴ എന്ന് പറഞ്ഞാൽ പോരാ, ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ ഈ കൊല്ലം ഇവിടെ മഴ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇതൊക്കെ മഴ കുറഞ്ഞ് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നിരുന്നാലും ഈ വർഷം ഒരുപാട് മഴ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമ്മറിൽ എന്തായാലും ആർക്കും പ്രശ്നം വരാനായിട്ട് വഴിയില്ല കേട്ടോ. പല തവണയായിട്ട് സൈക്ലോണും അത് ഇതൊക്കെ കാരണം കൊണ്ട് ഒരുപാട് മഴ ഈ തവണ ബാംഗ്ലൂർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂരിനെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും പറയാനായിട്ട് തോന്നിയില്ല. കഴിഞ്ഞ 10 വർഷത്തിന് കൂടുതലായിട്ട് ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ഇവിടം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്കിവിടെ മടുത്തു, എനിക്ക് നാട് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനായിട്ട് വഴിയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇവിടെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. നല്ല അടിപൊളി സൂപ്പർ ക്ലൈമറ്റാണ്. നമ്മൾ ഒരിക്കലും ക്ലൈമറ്റ് മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് ചാൻസസ് കുറവാണ് കേട്ടോ. ലാസ്റ്റ് ഇയർ ചെറിയ രീതിയിൽ ചൂട് വന്നിരുന്നെങ്കിലും നമുക്ക് വീടിനകത്തിരിക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി നാട്ടിലത്തെ പോലെ വേർത്തൊലിച്ച് ഉരുകി കഴിയേണ്ട അവസ്ഥയൊന്നും ബാംഗ്ലൂര് വരാറില്ല. നമ്മുടെ സൈഡിലൊന്നും അങ്ങനെ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഒരു പ്രശ്നം ഇവിടെ തോന്നിയിട്ടില്ല. പിന്നെ പണ്ടത്തെ ഒരു ബാംഗ്ലൂരിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ചൂടുണ്ടായിരുന്നു എന്ന് മാത്രം. അത് പിന്നെ ഇങ്ങനെ ബിൽഡിങ്ങുകളും ഇവിടുത്തെ ജനവാസവും കൂടുമ്പോഴും പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പൊതുവെ എല്ലായിടത്തും ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ നമുക്ക് ബാംഗ്ലൂരും വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലോകത്ത് എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണല്ലോ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ മാറ്റം മാത്രമേ ഇവിടെയും ഉള്ളൂ. അതർവൈസ് ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഞാൻ പറയട്ടെ, നവംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തണുപ്പിൻ്റെ സമയമാണ്. തണുത്ത് വിറയ്ക്കാണ്. ഇക്കൊല്ലം ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി തണുപ്പാണ്, സൂപ്പർ ക്ലൈമറ്റ് ആണ് കേട്ടോ. കൂട്ടത്തിൽ മഴയും കൂടി കിട്ടിയപ്പോഴത്തേക്കും ഒന്നും പറയണ്ട, ഫ്രീസ് ചെയ്ത പോലെയാണ് കേട്ടോ. വെള്ളമൊന്നും ഇങ്ങനെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. ഉച്ച നേരത്ത് പോലും ദേ ഇപ്പൊ ഉച്ച സമയമാണ്, 12 മണിയൊക്കെ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പോലും ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഉച്ച സമയത്തൊക്കെയാണ് കുളിക്കുന്നത്. അതിരാവിലെയുള്ള കുളിയൊക്കെ നമ്മൾ നിർത്തി, പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. പിന്നെ എങ്ങനെ കുളിക്കാനാ? അപ്പം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ, അതായത് ഇങ്ങനെ ചെറുതായിട്ട് വെയിൽ വരുന്ന സമയത്ത് കുളിച്ച് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കും കേട്ടോ. അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് തലയൊക്കെ എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് തലയിൽ എണ്ണ തേക്കാണ്ടൊക്കെ കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ. നമുക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒരു 10 മിനിറ്റൊക്കെ ഇരുന്ന് ഒന്ന് നീരാടിയാലാണ് ഒരു സുഖം കിട്ടുള്ളൂ. അപ്പം പണ്ടൊക്കെ എല്ലാ ദിവസം എന്ന് പറയുന്ന പോലെ തല കുളിക്കായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും പറ്റില്ല, മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയി. പിന്നെ അവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഹാർഡാണ് അവിടുത്തെ വാട്ടർ. അപ്പം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, മുടി കൊഴിച്ചിലുണ്ട്, ഗ്രേ ഹെയർ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ ഒരു പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു once in a week കുളിച്ചാൽ പോരെ എന്ന് ചോദിച്ചേട്ടാ. അതും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ശീലിച്ചതേ പാലിക്കൂ എന്ന് പറയുന്ന പോലെ മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ 1.5 ആക്കി തലയിൽ എണ്ണ തേച്ച് കുളിക്കല്, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആക്കി കേട്ടോ തല കുളിക്കല്. അപ്പോൾ കുറേ ദിവസമായി ഇപ്പം മഴ കാരണം കൊണ്ട് ഇതൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇപ്പം ഇന്നാണ് ഒന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ച്. അപ്പോൾ അതേ നല്ല ഉറക്കം വരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കറികളൊക്കെ ഞാൻ വെക്കൽ കഴിഞ്ഞു. പ്രോൺസ് ഇപ്പോൾ കുറച്ച് മുന്നെയാണ് വന്നത്, ഞാൻ കുളിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് പ്രോൺസ് വന്നത്. അപ്പോൾ മീന്, ഇറച്ചി തുടങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയി കുളിക്കും കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് എനിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യുക, കിടക്കയിൽ പോയിരിക്കുക, സോഫയിൽ പോയിരിക്കുക ഒക്കെ എനിക്ക് ഡ്രസ്സിൽ മണം തോന്നുക, ഇങ്ങനത്തെ ഫീലിംഗ്. അവിടെയൊക്കെ പോയിരിക്കുമ്പോഴൊക്കെ ഇനി അവിടെയൊക്കെ ആ സ്മെല്ല് പരക്കില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഒട്ടനെ പോയി കുളിക്കും. കുക്കിംഗ് പാർട്ട്
പരമാവധി കഴിച്ചു വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ പിന്നെ ഇനി വീണ്ടും തണുപ്പ് വരാൻ തുടങ്ങും. പറയാൻ പറ്റില്ല മഴ പെയ്യോ എന്നൊന്നും. ഈ വെയിലൊന്നും നോക്കണ്ട കേട്ടോ, പട്ടയെന്ന് വെച്ചിട്ട് വെയിലൊക്കെ പോകും. ഇതിപ്പോൾ തൽക്കാലം തുണി ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിൽ ഉദിക്കുന്നതാണ്. എന്നാൽ പോലും സ്റ്റിൽ നമുക്ക് തണുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രോൺസ് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മസാലയായിട്ട് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം പിക്ക് മോനെ എന്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുകയും കുറച്ച് മസാല തേച്ച് പിടിച്ച് അതൊന്ന് വറുത്ത് അതിൽ കുറച്ച് മസാല പുരട്ടി കഴിക്കാനുള്ള അങ്ങനെയാണ് അവന് ഇഷ്ടം കേട്ടോ. കുറച്ച് മസാല ഗ്രേവി ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ ഇങ്ങനെ റോസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. ക്രിസ്മസ് ഒക്കെ വരുവാണല്ലേ. അപ്പം അതിൻ്റെ ഒരു വൈബ് ഇവിടെ വന്നു കഴിഞ്ഞു. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. എന്താണെങ്കിലും പുറത്തൊക്കെ പോയി നോക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ, അടിപൊളിയാണ് കേട്ടോ ക്രിസ്മസ് ടൈമൊക്കെ. ക്രിസ്മസ് എന്നല്ല, എന്ത് ഇവന്റ് എന്ത് ഫെസ്റ്റിവൽ ടൈം ആണെങ്കിലും ഇവിടെ പുറത്തൊക്കെ പോയാൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പം അത് കാരണം കൊണ്ട് അത് മിസ്സാക്കാറില്ല, നമ്മൾ പോവാറുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ പനിയും കോൾഡും ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അധികം അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടില്ല. പോകണമെന്ന് വിചാരിക്കണു. പിന്നെ നമ്മുടെ ക്രിസ്മസിനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ. നമ്മള് കാര്യം നമ്മൾ ക്രിസ്ത്യൻസ് ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ എല്ലാ എന്താ പറയാ എല്ലാ ഫെസ്റ്റിവൽസും ഒരുവിധം നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറൊന്നുമില്ല. നമ്മൾ നല്ല സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ കുഞ്ഞു ഫാമിലി അല്ലേ, നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ഫ്രണ്ട്സും മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ പോകണം. അപ്പം വീട്ടിൽ ക്രിസ്മസ് വൈബ് കൊണ്ടുവരുന്ന സമയം നമ്മുടെ അപ്പുറത്തപ്പുറത്തൊക്കെ ചെറുതായിട്ട് രീതിയിൽ എല്ലാവരും സെറ്റ് ചെയ്തൊക്കെ വെക്കൽ കഴിഞ്ഞു കേട്ടോ. നമ്മളാണ് കുറച്ച് ലേറ്റായി പോയത്. അത് ഇങ്ങനെ ഈ അസുഖങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പ്രോൺസ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോയി. ഇത് വെറുതെ മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ മാത്രം ഇട്ടിട്ട് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് പ്രോൺസിനെ ഇങ്ങനെ ഭയങ്കര ഹാർഡാക്കി മാറ്റരുത് കേട്ടോ. പ്രോൺസ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയിട്ട് ഒന്ന് നമുക്കങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ അത് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ ഒരു ഭാഗത്തിന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ വേണം ഇനി നമുക്ക് ഒരു സ്പൂണോളം പെരിഞ്ജീരകവും അതുപോലെ കറിവേപ്പിലയും 1-2 സവാള നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തുമാത്രം നിങ്ങൾക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് സവാളയൊക്കെ എടുക്കുക. ഞാൻ ഒരു വലുതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്യല്ല, ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ എണ്ണയൊക്കെ തെറിച്ചതൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങ് പറ്റി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ടിഷ്യൂസ് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കിച്ചൺ ടിഷ്യൂന് എനിക്ക് ഭയങ്കര ചിലവാണ്. ഇതിനിടയ്ക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം കട്ടായി പോയതാണ് കേട്ടോ. പിന്നെ അതും കൂടി ചേർത്തിട്ടാണ് വഴറ്റി ഈ ഒരു രൂപത്തിലാക്കിയിട്ട് എടുത്തത്. അപ്പോൾ അങ്ങനെ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, എരിവ് അധികം വേണം എന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടിയില്ലേ അതും കൂടി അല്ലെങ്കിൽ കുരുമുളക് ചതച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യേണ്ടത് ഗരം മസാല പൗഡർ, ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ്. അതൊക്കെ ഓരോ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. അപ്പോഴാണ് ഈ ഒരു കളർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം, പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ചെറിയ ഗ്രേവി ടൈപ്പിലാക്കുക. അതുകൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് മസാലയായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവണം വരെ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തക്കാളിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല പഴുത്ത തക്കാളിയൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതും കൂടി ആ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് പുളിയുള്ള തക്കാളിയൊന്നും ഉപയോഗിക്കരുത്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനും ഒരു പുളിപ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതേ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയും തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോൺസിൻ്റെ റോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടിയും ചാറായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രോൺസ് റെഡി. എന്നിട്ട് ഞാനൊന്ന് മേലേക്ക് വന്നതാണ് കേട്ടോ. മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകണമായിരുന്നു.
അപ്പം നിറയെ 10 മണിപ്പൂവും ഒക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ മഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം ചീഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇതിനാണെങ്കിൽ നിറയെ മുട്ടൊക്കെ ഇട്ടിട്ടുള്ള സമയമാണ്. എന്താവോ എന്തോ എന്ന് അറിഞ്ഞൂടാ. ഇപ്പം എന്താണെങ്കിലും പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്ത് ഇതിൻ്റെ പണിക്കുറ്റം കഴിയും കേട്ടോ. അങ്ങനെ 10 മണിയുടെ സൗന്ദര്യം ആസ്വദിച്ച് റെയിൻ ലില്ലിമ്മ പൂവോ മുട്ട ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോഴാണ് ഈ കഥ ഞാൻ കാണുന്നത്. അതായത് നിറയെ പുഴുക്കൾ, ഈ ബട്ടർഫ്ലൈ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പുഴുക്കളാണ്, ഒരു ബ്രൗൺ ആൻഡ് ഓറഞ്ച് കളറിൽ കേട്ടോ. ഇവർ ഈ റെയിൻ ലില്ലിയുടെ ചെടി മാത്രമേ തിന്നുള്ളൂ. ഇതാണ് ആള്. ഇപ്പോൾ ഇപ്പുറത്തെ ചെടിമേക്ക് എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചാടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇവർ ഈ റെയിൻ ലില്ലിയുടെ ചെടി മാത്രമേ തിന്നുള്ളൂ. എന്നാൽ അത് മുഴുവനായിട്ട് അതിൻ്റെ ജീവൻ പോണം വരെ തിന്ന് തീർക്കും. പൂവും മുട്ടും എല്ലാം തിന്നും. പിന്നെ ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഒരു 10-200 ആളുണ്ടായിരിക്കും. പല വലിപ്പത്തിൽ കുടുംബമായിട്ടൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു. വെറുതെ ക്ലൈമറ്റ് നോക്കാൻ കയറിയ ഞാൻ ഇത്രയും പുഴുക്കളെ കൊന്നൊടുക്കി. ഇത് ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊരു 10-100 എണ്ണം ഉണ്ടായിരുന്നു. 1 മണിക്കൂറിന് മേലെയായിട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. കാരണം എനിക്ക് പറ്റാണ്ട് അവസാനം ഞാൻ ആ ചെടിയുടെ മേലഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരുവിധം പുഴുക്കളെയൊക്കെ ഞാൻ എടുത്ത് പറക്കി കളഞ്ഞിട്ടുണ്ട്. കാണാത്തത് ഇനിയും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അത് നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും പുറത്തേക്ക് വരും. അപ്പം നാളെയും ഇത് തന്നെയായിരിക്കും എനിക്ക് പരിപാടി. എന്താണെങ്കിലും ഇന്ന് എൻ്റെ കൈ കഴച്ചു കേട്ടോ. അത്രയും പുഴുക്കളുണ്ടായിരുന്നു. ഒരു വിധത്തിനൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കണ്ടാം. ഞാൻ വന്ന ടൈമിൽ ജമന്തി ഇതുപോലെ പൂവിട്ട് നല്ല ഭംഗിയിലാണ് നിന്നിരുന്നത്. നല്ലൊരു ഓറഞ്ച് കളറാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ കൊണ്ട് ഇത് കണ്ടിങ്ങനെ ചീച്ചിൽ വന്നു, കരിഞ്ഞു, ഇല മുഴുവൻ കരിഞ്ഞിട്ടുണ്ട്, പൂക്കൾ മുഴുവൻ നശിച്ചിട്ടുണ്ട്. പിന്നെ ഇതിവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെടിക്ക് കേടാണ്. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരിനോട് മേലെ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഓൾറെഡി ഇതിന് പുതിയ മുളകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മുളകൾ പൊട്ടുന്ന, സ്വയം പൊട്ടുന്ന, അല്ലാണ്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട, തന്നെ മുള പൊട്ടി പുതിയ പുതിയ ചെടികൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ബേബി പ്ലാന്റ്സിന് അവിടെ നിറയെ കാണാൻ പറ്റും. പൂവുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കരിച്ചിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബേബി പ്ലാന്റ്സ് വലുതായി ഇനിയും പൂക്കൾ നമുക്ക് ധാരാളം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം താഴത്തേക്ക് പോട്ടെ. നമുക്ക് വേറെ ചില പരിപാടികളുണ്ട്. അപ്പോളേ അടുക്കളയിലത്തെ എല്ലാ പരിപാടികളും തീർന്നിട്ടുണ്ട്. ഊണിന് മുന്നേ ഞാൻ പോയിട്ട് കുറച്ച് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ ആയ കാരണം കൊണ്ടേ ഇനിയിപ്പോൾ വൈകിട്ട് മഴ പെയ്യുമെന്നൊന്നും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. വെയിലിങ്ങനെ കാണുന്നു, തെളിയുന്നു എന്നൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ട് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വരാം. എന്തായാലും ഫീനിക്സിൽ ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് മുന്നേ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഈ ഭാഗത്ത് റേറ്റ് കുറവാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കില്ലേ നല്ലത്. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഒരു ഹറിബറി, ആ ഒരു തിക്കും തിരക്കും കല്യാണത്തിൻ്റെ ഇടയിൽ ഒന്നും നടന്നില്ല കേട്ടോ. പ്ലാനിങ് ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പോയിട്ട് തൽക്കാലം ഇവിടെ ഡെക്കോർ ഐറ്റംസ് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. അതിൽ കുറച്ച് ഇരിപ്പുണ്ട്, കുറച്ച് ആവശ്യമുള്ളൂ നമുക്ക് കേട്ടോ. ബാക്കി നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പം പോയിട്ട് ഞാൻ കുറച്ച് മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി CID മൂസയിൽ പറയുന്ന പോലെ നിങ്ങളെല്ലാവരും പോയതിന് ശേഷം ഈ ചായക്കപ്പ് ഞാൻ തന്നെ കഴുകി വയ്ക്കും എന്ന് പറയില്ലേ ക്യാപ്റ്റൻ രാജു. അതുപോലെ വണ്ടി എടുത്ത് പോണ് കാണിക്കുന്നുണ്ടെങ്കിലും ഇനി അവിടെ വണ്ടി വെച്ചതിന് ശേഷം വന്ന് ഗേറ്റ് അടയ്ക്കണം, ഹെൽമെറ്റ് എടുക്കണം, 100 പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ കടയിലേക്ക് എത്തി. അപ്പോൾ വന്നപ്പോഴേ ഒരു വൈറ്റ് കളറിലുള്ള ക്രിസ്മസ് ട്രീ കണ്ടു കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങൾ. എനിക്കിതാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഒരുപാട് പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 കടകൾ കയറി ഇറങ്ങും. ഒറ്റ കടയിലല്ല, പല കടയിലും പല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് 3-4 കടകൾ ഈ ഏരിയയിലുള്ളതൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം വിലയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഒരേ സാധനങ്ങളൊക്കെ തന്നെയായിരിക്കില്ല ഏറെക്കുറെ ഉണ്ടാവുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ ഷോ പീസസ് ഒക്കെ പോലെ വെക്കുന്ന ഐറ്റംസ് മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വിലയൊക്കെ ഒന്ന് എല്ലായിടത്തും നോക്കിയതിന് ശേഷം ഏറ്റവും വില കുറവ് എവിടെയാണോ അവിടെ നിന്നായിരിക്കും ഞാൻ സാധനം വാങ്ങിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാണുകയാണെങ്കിൽ അത് ഞാൻ വാങ്ങിക്കും. പിന്നെ നമുക്ക് കടയിൽ കയറി ഇറങ്ങി നമുക്ക് ഇവരോട് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അല്ല കമേഴ്ഷ്യൽ സ്ട്രീറ്റോ അങ്ങനത്തെ വല്ല സ്ട്രീറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും സംസാരിച്ച് കുറച്ച് വില കുറയ്ക്കാം. അല്ലാത്ത ഷോപ്പുകളൊന്നും കയറിയാൽ നമുക്ക് ഒരു രക്ഷയില്ല. പറയുന്ന വില എത്രയാണോ അത് കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഷോപ്പിൽ ഞാൻ കയറി ഇറങ്ങി. ഇത് രണ്ടാമത്തെ ഷോപ്പാണ്. ഇത് TC പാളയിൽ തന്നെ സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കടയാണ് കേട്ടോ. ഇത് മലയാളികളുടെ കട കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചീനെയും ചേട്ടനെയൊക്കെ കണ്ടായിരുന്നു. ഞാൻ പോയതിൽ വെച്ചിട്ട് കുറച്ച് റേറ്റ് കുറവുള്ള കട ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് വേണ്ടി മാത്രം ഉള്ളൊരു ഷോപ്പായ കാരണം
കാരണം കൊണ്ട് ഇവിടെ അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ റീത്ത് ഐറ്റംസ് ഒക്കെ ഇല്ലേ നമ്മളിങ്ങനെ ഡെക്കോർ പോലെ വെക്കുന്നത്, അതൊക്കെ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പായുടെ ഫേസ്, പിന്നെ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിച്ചു. നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ സാധനങ്ങളുണ്ട് മുൻപത്തെ വർഷങ്ങളിലെയൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് നോക്കിയും കണ്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. കൂടുതലും എനിക്കിങ്ങനെ ഭംഗിക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ അധികം മേടിച്ചത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ബോൾസും ഇങ്ങനത്തെ ഭംഗിക്ക് ഇടുന്ന തൂക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറേ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ക്രിസ്മസിന് പുൽക്കൂടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു, പല വലിപ്പത്തിൽ, പല സൈസിൽ, പല റേറ്റിൻ്റെ ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം, നമ്മുടെ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ടോ. പിന്നെ മലയാളികളല്ലേ, നമ്മൾ മലയാളികളെ ആയിരിക്കണമല്ലോ ഹെൽപ്പ് കൂടുതൽ ചെയ്യേണ്ടത്. അവരും അവരുടെ ബിസിനസ്സൊക്കെ ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പോകുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് പറ്റാവുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നവരോടാണ് ഞാനീ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് പുറമെന്നുള്ളവർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഈ കടയിൽ വരുവാണെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാറൊക്കെ പല കളറിൻ്റെ ഉണ്ടായിരുന്നു, LED, അങ്ങനെ സാധാരണ സ്റ്റാർ. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സ്റ്റാറുകളാണ് ഇഷ്ടം, പണ്ട് തൊട്ടേ കണ്ട് ശീലം അതായതുകൊണ്ടായിരിക്കാം. എനിക്കിങ്ങനെ പേപ്പർ കൊണ്ട് വെച്ചിട്ടുള്ള സ്റ്റാർ ഉള്ളിൽ ഇങ്ങനെ ബൾബ് ഇടുന്നതൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ പേഴ്സണലി. ഇപ്പം ഇങ്ങനെ പല മോഡലൊക്കെ വരുന്നുണ്ടല്ലോ, ക്രിസ്മസ് ട്രീ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു 3-4 വർഷമായെന്ന് തോന്നുന്നു. വലിയ ക്രിസ്മസ് ട്രീ നമ്മുടെ കയ്യിലുണ്ട്, 3 വർഷത്തിന് മേലെ എന്തായാലും ആയിട്ടുണ്ട്. റീത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പല വെറൈറ്റി ഇപ്രാവശ്യം ഞാൻ കണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം ഒരേ മോഡൽ പോലെയൊക്കെ തോന്നാറുണ്ട്. ഇത്തവണ അങ്ങനെ അല്ലായിരുന്നു, പല ടൈപ്പ് ക്യാൻഡിൽസ്, ക്രിസ്മസ് ട്രീയുടെ പല വെറൈറ്റീസ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ കടയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിലെത്തിയതും മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. വാങ്ങിച്ച ഐറ്റംസൊക്കെ ഞാനിനി ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ ഒരുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.